സബ്ജക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നല്ല ദോശയും നല്ല മുട്ടക്കറിയെ കുറിച്ച് എന്തോ ഒരു കമന്റ് പറഞ്ഞു. മുട്ടക്കറിയെ പറ്റിയുള്ള അഭിപ്രായം, ഇന്ത്യയിലെ ഏതാഹാരം കഴിക്കുവാൻ അവരുടെ ഇഷ്ടാനുസരണം കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. മുട്ടയ്ക്കൊക്കെ അങ്ങനെ പ്രശ്നമുണ്ട്. അല്ല, മുട്ടയ്ക്ക് നമസ്കാരം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടി എത്തിയിട്ടുണ്ട്. മുട്ടയ്ക്ക് കേരളത്തിൽ പ്രശ്നമില്ലെങ്കിലും വടക്കേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല സ്കൂളുകളിലും മുട്ട നിരോധിച്ചിരിക്കുകയാണ്, കൊടുക്കാൻ പാടില്ല. ഒരു ഭക്ഷണ പദാർത്ഥത്തിനും ഇന്ത്യയിൽ നിരോധനമില്ല. ബീഫ് വിവാദമൊക്കെ കൊടുമ്പിരി കൊണ്ട കാലം, അതൊക്കെ മാറിയില്ലേ? ബീഫ് കഴിക്കൂ? ബീഫ് കഴിക്കുന്നില്ലേ? ബീഫ് കഴിക്കുന്ന BJP-കാരനാണ് അന്തസ്സോടുകൂടി പറയുന്നത്. അതിന് ഞങ്ങളുടെ സംഘടനയിൽ ഒരു വിലക്കുമില്ല. സംഘടന അത് കഴിക്കരുതെന്ന് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഗോവധം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അത് വാസ്റ്റ് ആയിട്ടൊരു സബ്ജക്റ്റ് ആണ്. നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ല. അത് ഈ കേരളത്തിൽ BJP വേര് പിടിക്കാത്തതിന്റെ കാരണമേ ഈ അത്യാവശ്യം ഒന്നൊക്കെ അടിക്കുന്ന ചേട്ടന്മാരുണ്ടല്ലോ കോട്ടയത്ത്, പാലാ, കോട്ടയം ഈ ഭാഗങ്ങളിൽ അത്യാവശ്യം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത്, അപ്പോൾ അങ്ങനെ കഴിച്ചിരിക്കുന്ന സമയത്ത് ബീഫ് കഴിക്കുന്ന മലയാളി എടുത്ത് BJP-യുടെ ഗോവധ നിരോധനമൊക്കെ വില പോകുന്നൊരു ചോദ്യമുണ്ട്. ഗോവധ നിരോധനം എന്ന് പറയുന്ന സബ്ജക്റ്റ് ബീഫ് കഴിക്കരുത് നല്ല പറഞ്ഞിരിക്കുന്നത്. ഗോമാതാവായി കാണുന്ന പശുവിനെ അനധികൃതമായിട്ട് കൊല്ലുന്ന ഒരു പ്രവണത, അത് അനധികൃതം നമ്മൾ ഇട്ടതാ. അല്ല, അനധികൃതം തന്നെയാണ്. അനധികൃതം നമ്മൾ ഇട്ടതൊന്നുമല്ല. അങ്ങനെ തന്നെയാണ് ആ സബ്ജക്റ്റ് പറയുന്നത്. പക്ഷേ അത് ചില രാഷ്ട്രീയ കക്ഷികൾ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ബീഫ് കഴിക്കരുതെന്നും പറഞ്ഞ് വഴിയിൽ നിർത്തി പോത്തിനെ വെട്ടിക്കൊന്ന റിയൽ മാക്കുറ്റിയെ പോലുള്ള ആൾക്കാരുടെ അവസ്ഥ ഇന്ന് എന്താണെന്നൂടെ ചിന്തിക്കണം. ഇതാണ് ഇവരുടെ ഈ പ്രചരണവും ഈ പ്രശ്നങ്ങളും. കാരണം ഈ ഗോവധത്തിന്റെ കാര്യമെല്ലാം വടക്കേണ്ടി പറയും, ഇവിടെ ഇവരിതെല്ലാം കഴിക്കും. ഇപ്പം മതമേലധ്യക്ഷന്മാർ ആശങ്ക പ്രകടിപ്പിച്ച പോലെ തന്നെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് സംശയം. അതുപോലെ തന്നെ ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന RSS അജണ്ട BJP അജണ്ടയിലേക്ക് ഈ രാജ്യം ഇനി പോകും. ഇനി മോഡി ഒരിക്കൽ കൂടി വന്നാൽ ഈ രാജ്യത്തിന്റെ അവസാനമാണ്. പത്രം വായിക്കുന്നത് വടക്കേ ഇന്ത്യ ഗോവ നിരോധിച്ചത് കോൺഗ്രസ് ആണ്. ഇനി പത്രം വായിച്ചല്ലോ, വടക്കേ ഇന്ത്യ നിരോധിച്ചത് കോൺഗ്രസാ. ആ കോൺഗ്രസാ ഇപ്പൊ ഇവിടെ കഥ പറയുന്നത്. അപ്പൊ പക്ഷേ കോൺഗ്രസിന്റെ കാലത്ത് ഗോവധം നിരോധിച്ചു എന്നുള്ളത് ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നു. പക്ഷേ അത് ഗോവധമല്ല, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട കന്നുകാലികളെ, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കന്നുകുട്ടികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് പറഞ്ഞിരുന്നത്. അത് പോട്ടെ, അതല്ല പ്രശ്നം. പക്ഷേ ഈ കോൺഗ്രസ് ഭരിച്ച കാലത്ത് ബീഫോ മട്ടനോ കഴിച്ചതിനെ പേരിൽ ഒരാളും കൊല്ലപ്പെട്ടിട്ടില്ല. അല്ല, അത് ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായിട്ട് ആൾക്കാർ തമ്മിലുണ്ടായ വിഷയത്തെ പ്രാദേശികമായിട്ട് കൊല്ലാൻ പറ്റുമോ? അല്ല, പ്രാദേശികമായി കൊല്ലാൻ പറ്റുമെന്നല്ല പറഞ്ഞത്. പ്രാദേശികമായി ജനങ്ങൾക്കിടയിലുണ്ടായ സ്പർദ്ധ മൂലം ഉണ്ടായ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് ഇരു കക്ഷികളും BJP-ക്കെതിരെ ആയുധമാക്കിയതാ. അതാ സംഭവിച്ചിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയോ? ഈ രംഗത്ത് കൂടുതൽ ആളുകൾ ചെയ്യുന്ന മുസ്ലിം സമൂഹമാണ്. ആ മുസ്ലിം സമൂഹത്തെ തകർക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അങ്ങനെയുണ്ടെങ്കിൽ ഒരു ചോദ്യം, പെരുമ്പാവൂരിൽ എന്തുകൊണ്ട് പന്നി വിൽക്കുന്നില്ല? ഇത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പരിപാടിയാ. ഇവര് BJP ഭരണത്തിൽ വസ്ത്രത്തിനെതിരായി, ഭക്ഷണത്തിനെതിരായി, മനുഷ്യന്റെ സംസ്കാരത്തിനെതിരായി ഈ രാജ്യത്തെ തകർക്കുക എന്നുള്ളത്. അരുൺജി, ഈ പുള്ളി പറഞ്ഞത് വിവരങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഫിഷ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ തന്നെയാണ്. എക്സ്പോർട്ടേഴ്സ് ഉള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്തിനാ അങ്ങനത്തെ ബിസിനസ് ചെയ്യുന്നു? BJP ബീഫിനെതിരാണെങ്കിൽ എന്തുകൊണ്ട് BJP-കാരായുള്ള ബിസിനസ്സുകാര് ബീഫ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് നടത്തുന്നു? അങ്ങനെ പാർട്ടി അത് തടയണ്ടേ? അത് തടയുന്നില്ലല്ലോ. റീലായിട്ട് പോകും. പോട്ടെ, അതിന് ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല, പോണം. കാരണം പാർട്ടി ബീഫ് കഴിക്കുന്നതിനെതിരാണെന്നുള്ള തെറ്റായ ധാരണ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറണം. അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ബീഫ് കഴിച്ചപ്പോൾ ഉള്ളിക്കറിയാണെന്ന് പറഞ്ഞത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും കെട്ടിച്ചമച്ചതാ. ചേട്ടൻ എന്തായാലും ബീഫ് കഴിച്ചാൽ ബീഫാന്ന് തന്നെ പറയും, ഉള്ളിയാണെന്ന് പറയില്ല അല്ലേ? ഇവര് രണ്ടുപേരും കഴിക്കും, രവിശങ്കറും കഴിക്കും, ഗോപകുമാറും കഴിക്കും. ബാക്കി ജോർജോ, GM ജോർജോ, ഗോപി ഉല്ലാസോ കഴിക്കരുത്. അത് ഇന്ത്യ മുന്നണി. വാജ്പേയി പോലും, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയി പോലും ബീഫ് കഴിച്ചിരുന്ന ആളാണ്. അതുപോലെ തന്നെ ബീഫിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്നത് ഇത് മോഡിയാണ്. മോഡിയുടെ രാഷ്ട്രീയ അജണ്ടയാണ്. ഇദ്ദേഹം ഒരു മുൻ BJP-യുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇപ്പം CPM-ന്റെ പഞ്ചായത്ത് മെമ്പറാണ്. ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗോപി ഉല്ലാസ്. ഞാൻ ആദ്യം BJP-യിലായിരുന്നു. BJP-യുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ആ പാർട്ടിയുടെ വർഗീയ മയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ആ പാർട്ടി വിട്ട് CPIM-ൽ ചേർന്ന് താഴേക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് ഇപ്പോൾ ഞാൻ ഒരു മനസമാധാനമുണ്ടോ? തീർച്ചയായും, സംശയമില്ല കാര്യത്തിന്. ഈ രാജ്യത്തെ ജനത്തിന് ഇവിടെ ക്രിസ്ത്യാനി വേണം, മുസ്ലിം വേണം, ഹിന്ദു വേണം, ജൈനൻ വേണം, പാഴ്സി വേണം, എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട
ഒരു രാജ്യമാണ് ഇന്ത്യ. ഓക്കെ. അദ്ദേഹത്തിന്റെ പുറത്താകലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നുണയാ. കാരണം പാർട്ടിയുടെ കർഷക മോർച്ചയുടെ ജില്ലാ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേട് ഉണ്ടാക്കിയതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ ഇവിടുത്തെ ലോക്കൽ എന്നോട് നാല് മാസം മുമ്പ് ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് എന്റെ വീട്ടിൽ വരികയും എന്നോട് തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇദ്ദേഹം തിരിച്ചു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ഞങ്ങളെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടു. ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അതിനാണ് എന്റെ വീട്ടിൽ വന്നത്. തെറ്റാണോ? അല്ലല്ലോ. തിരിച്ചു വരാൻ പാർട്ടിയിലേക്ക് ആര് തിരിച്ചു വന്നാലും ഞങ്ങൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാ. പാർട്ടിയുടെ പോയ ഒരാള് പാർട്ടിയിൽ നിന്ന് സാമ്പത്തിക ആരോപണം ഉന്നയിച്ചു ഒരാളെ പുറത്താക്കി. അയാളുടെ വീട്ടിൽ പോയി തിരിച്ചു വിളിക്കുന്നില്ല. അത് പണിഷ്മെന്റിന്റെ ഒരു പണിഷ്മെന്റ് കൊടുക്കുന്ന സാധാരണയായിട്ട് ആ പണിഷ്മെന്റിന്റെ കാലാവധി തീരുന്നത് പറയാം. ആ പണിഷ്മെന്റിന്റെ കാലാവധി തീർന്നതിന് ശേഷം തെറ്റ് മനസ്സിലാക്കി പാർട്ടി വീട്ടിലോട്ട് അന്വേഷിച്ചില്ല വരുന്നോന്നും ചോദിച്ചു. അപ്പൊ ചർച്ച ചൂട് പിടിക്കുകയാണ്. അപ്പൊ നമ്മള് ദോശ മറക്കണ്ട, നല്ല ദോശ, ചട്നിക്കൊപ്പം നല്ല മുട്ടക്കറി.